എൻ്റെ മാത്സ് ടീച്ചേഴ്സ് എന്നോട് എപ്പോഴും പറയായിരുന്നു കെയർലെസ് മിസ്റ്റേക്കാണ് അതിൻ്റെ മെയിൻ പ്രശ്നം. എപ്പോഴും എൻ്റെ പേരൻസ് മീറ്റിങ്ങിൽ എപ്പോഴും പറയും മാത്സ് എനിക്ക് ആൻസറൊക്കെ അറിയാമായിരിക്കും, എനിക്ക് കുറേ കിട്ടുമായിരിക്കും, പക്ഷേ കെയർലെസ് മിസ്റ്റേക്ക് കാരണം ചിലപ്പോൾ A+ വരെ പോകാറുണ്ടായിരുന്നു സാധാരണ എക്സാമിന്. ഫൈനൽ എക്സാമിന് ഞാൻ ശ്രദ്ധിച്ചു. അതേപോലെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ മിസ്റ്റേക്സ് ഒക്കെ എനിക്ക് ലൈഫിൽ എപ്പോഴെങ്കിലുമൊക്കെ സംഭവിച്ചുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. അപ്പോൾ നാളത്തെ എക്സാം നിങ്ങൾക്ക് ഒരു 70 കിട്ടേണ്ട കുട്ടിക്ക് ഈ മിസ്റ്റേക്ക് ചിലപ്പോൾ ഒഴിവാക്കിയാൽ ചിലപ്പോൾ 75 കിട്ടും, ഒരു A+ കിട്ടിയായിരിക്കും. അപ്പോൾ ശ്രദ്ധിച്ച് കാണാം, മൊത്തം കാണാം, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. പിന്നെ വളരെ ഇമ്പോർട്ടൻറ്റ് കാര്യം മക്കളെ, നിങ്ങൾക്ക് വേണ്ടിയിട്ട് 10 മണിക്കൂർ ലൈവ് എടുത്തു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു, അത് കണ്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു, അല്ലെങ്കിൽ ഭാഗങ്ങളായിട്ട് കണ്ടു എന്ന് വിശ്വസിക്കുന്നു. അത് കഴിഞ്ഞിട്ട് ഇന്ന് വൈകുന്നേരം നമ്മളൊരു 5 o'clock മുതൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു 5 hour ലൈവ് ഉണ്ട്, അത് കാണാൻ മറക്കരുത്. വെരി ഇമ്പോർട്ടൻറ്റ്, ബാക്കിയുള്ള ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റൻസ് അവിടെ കവർ ചെയ്യുന്നു. ഓക്കെ, റെഡി? അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. ഫസ്റ്റ് കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു ബ്രീഫായിട്ട് ഇതിൻ്റെ സ്പെഷ്യൽ വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ടാവും. നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പർ 110 മാർക്കിനാണ് വരിക അല്ലേ? 110 മാർക്കിനാണ്. നിങ്ങൾക്ക് ഓപ്ഷൻസ് ഒക്കെ കൂട്ടിയിട്ട് നിങ്ങൾക്ക് മാക്സിമം എത്ര സ്കോർ ചെയ്യാൻ പറ്റും, നിങ്ങൾ എല്ലാം കറക്റ്റായിട്ട് എല്ലാം പെർഫെക്റ്റ് ആയിട്ട് എഴുതി നിങ്ങൾക്ക് ആവശ്യമുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഒഴിവാക്കി. ഇവിടെ നോക്കിയാൽ 4 ക്വസ്റ്റ്യൻ ഉണ്ടാവും, 2 മാർക്കിൽ 2 ആൻസർ ചെയ്താൽ മതി. ഇതാ 6ൽ 4 ആൻസർ ചെയ്യുന്നത്, 11 ക്വസ്റ്റ്യൻ ഉണ്ട് 8 ആൻസർ ചെയ്യുക. ഇതൊക്കെ ആ കാര്യം ഓർക്കണം കേട്ടോ. അപ്പോൾ ഓപ്ഷൻസ് ഒക്കെ കൂട്ടിയിട്ടാണ് 110 മാർക്ക് വരുന്നത്. നിങ്ങൾക്ക് മാക്സിമം സ്കോർ ചെയ്യാൻ പറ്റുന്നത് 80 മാർക്കാണ്. നിങ്ങൾക്ക് മാക്സിമം ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടുന്ന കുട്ടിക്ക് 80 കിട്ടുള്ളൂ. ഇനി നിങ്ങൾക്ക് A+ മതി, കാരണം നിങ്ങളുടെ ഗ്രേഡിൽ 80 ആണോ 70 ആണോ എന്ന് ആർക്കും അറിയാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾക്ക് A+ മതിയെങ്കിൽ ഞാൻ നിങ്ങളോട് റെക്കമെൻഡ് ചെയ്യുക 72+ ടാർഗറ്റ്. ഓക്കെ, എനിക്കറിയാം നിങ്ങളുടെ CE മാർക്ക് ഫുൾ ആണെങ്കിൽ നിങ്ങൾക്ക് 70 മാർക്ക് മതി അല്ലേ? 70 മാർക്ക് മതി, ബാക്കിയുള്ള 20 മാർക്ക് CE എന്ന് കിട്ടും. അപ്പോൾ 90% മേലെ A+ ആണല്ലോ. എനിക്കതൊരു ഗ്യാരണ്ടി കുറവാണ്ട് ഞാൻ 72 എന്ന് പറയാം, നിങ്ങൾ 70. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് 110 മാർക്കില്ല, നിങ്ങൾക്ക് എത്ര മാർക്ക് വരെ എഴുതാതെ ഇരിക്കാം. A+ വേണമെങ്കിൽ നിങ്ങൾക്ക് 38 മാർക്കിന് വിടാൻ പറ്റും. നാളത്തെ എക്സാം പേപ്പർ എങ്ങനെ ടഫ് ആയാലും ഈസി ആയാലും നിങ്ങൾക്ക് കുറേ ക്വസ്റ്റ്യൻസ് വിടാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ഇവിടെ നിങ്ങൾ നോക്കിയാൽ നിങ്ങൾ ഇവിടുന്ന് 3 ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യണമെന്നില്ല, ഒരു ക്വസ്റ്റ്യൻ കൂടി വിട്ടാലും കുഴപ്പമില്ല. ഓക്കെ, അപ്പോൾ 4 ക്വസ്റ്റ്യൻ ഉണ്ട്. അതിപ്പോൾ ചിലപ്പോൾ ടഫ് ആയിരിക്കും. ജോമെട്രി ആൽജിബ്ര വിട്ടാൽ ഒരു കുഴപ്പമില്ല. ഇനി നിങ്ങൾ ഒരു ക്വസ്റ്റ്യൻ കൂടി വിട്ടു, നിങ്ങൾക്ക് അരിത്തമെറ്റിക്സിന് ഒരു ക്വസ്റ്റ്യൻ കൂടി വിട്ടാൽ നിങ്ങൾക്ക് എന്താ ഇപ്പോൾ 2 മാർക്ക് കുറഞ്ഞു. ഓക്കെ, അപ്പോൾ 2 മാർക്ക് എക്സ്ട്രാ കുറഞ്ഞു നിങ്ങളുടെ 80ൽ നിന്ന്. ഇനിയും 6 മാർക്ക് കുറയ്ക്കാൻ നിങ്ങൾക്ക് സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട, ടെൻഷൻ അടിക്കണം. നാളെ എങ്ങനെ ക്വസ്റ്റ്യൻ പേപ്പർ വന്നാലും ക്വസ്റ്റ്യൻസ് വിടാനുള്ള സമാധാനമാണ്. സമാധാനമായിട്ട് നിങ്ങൾ ഫസ്റ്റ് എക്സാം എഴുതും. ഓക്കെ, സമാധാനമായിട്ട്. ഓക്കെ, ആദ്യത്തെ ചിലപ്പോൾ 5-6 ക്വസ്റ്റ്യൻ ചിലപ്പോൾ ടഫ് ആയിരിക്കും. നിങ്ങളുടെ +1 നിങ്ങളുടെ ചേട്ടന്മാരോട് വെച്ചാൽ അവരെ കെമിസ്ട്രി അവർ ചതിച്ച പോലെയായിരുന്നു. +2 ഫിസിക്സും കെമിസ്ട്രിയും ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ അവർക്ക് അതുകൊണ്ടുള്ള മെൻറ്റൽ സ്ട്രഗിൾ ഉണ്ട്. അതുകൊണ്ട് തന്നെ എക്സാം നിങ്ങൾക്ക് ടെൻഷൻ അടിക്കും, തീരാത്ത പോലെ ഫീലിംഗ് ഉണ്ടാവും, ഓവർ സങ്കടമാവും. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങൾക്ക് 38 മാർക്ക് വരെ അലൻ സാർ പറഞ്ഞു നിങ്ങൾക്ക് വിടാം, കുഴപ്പമില്ല, ഹാപ്പി ആയിട്ട് ടോട്ടൽ നോക്കുമ്പോൾ. അപ്പോൾ നിങ്ങൾ എത്ര ടഫ് വന്നാലും 38 മാർക്കിനെക്കാളും കൂടുതൽ ടഫ് ക്വസ്റ്റ്യൻസ് വരില്ല. അത് ആലോചിച്ചിട്ട് ബാക്കി അടിപൊളി അടിക്കുക. ഫസ്റ്റ് കാര്യം. സെക്കൻഡ് കാര്യം നിങ്ങൾ മനസ്സിലാക്കണം മക്കളെ, ഈ ലൈവ് കാണണം, പഠിച്ചിട്ടേ പോകാൻ പാടുള്ളൂ. പിന്നെ നിങ്ങൾ ബാച്ച് +1 അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, അത് നിങ്ങൾക്ക് പിന്നെ തീരുമാനിക്കും നിങ്ങൾക്ക് ജോയിൻ ചെയ്യുന്ന കാര്യങ്ങൾ. പക്ഷേ ഇപ്പം നിങ്ങൾ നോക്കേണ്ടത് നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പർ വരുമ്പോൾ ഞാനിത് പറയുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ മണ്ടത്തരമായിട്ട് തോന്നുമായിരിക്കും. പക്ഷേ ചിലപ്പോൾ 4 ലക്ഷം പിള്ളേർ എഴുതുന്നുണ്ട്, അതിലൊരു 10 കുട്ടികൾ അല്ലെങ്കിൽ 100 കുട്ടികളെങ്കിലും ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ അവരെ എനിക്ക് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയില്ല. മക്കളെ, നിങ്ങളുടെ എക്സാം തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് മേലെ ഇങ്ങനെ എഴുതി കാണിക്കും പേജസ് 8 പേജസ് എന്നുണ്ട്. അപ്പോൾ നിങ്ങൾ മേക്ക് ഷുവർ ചെയ്യേണ്ടത് നിങ്ങൾ 8 പേജും കവർ ചെയ്തു എന്നാണ്. ഇവിടെ എനിക്ക് പറ്റിയിട്ടുണ്ട്. എനിക്ക് 10ാം ക്ലാസ് എന്നല്ലേ 8ാം ക്ലാസ് എന്ന് ഞാനൊരു പേജ് സയൻസിൽ ഞാൻ ഫ്രണ്ട് ബാഗ് എഴുതി ബാക്ക് എഴുതിയില്ല. ഞാൻ നേരത്തെ എക്സാം കഴിഞ്ഞാൽ ചില്ലായിട്ടിരിക്കുകയായിരുന്നു. പിന്നെ എക്സാം കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ബാക്ക് സൈഡ് ഉണ്ടെന്ന്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം, ബാക്ക് സൈഡും ഫ്രണ്ടും മാർച്ചും തിരിച്ചൊക്കെ നോക്കാൻ ഓർക്കണം. ക്വസ്റ്റ്യൻ നമ്പേഴ്സ് എല്ലാം നിങ്ങളുടെ കണ്ണിൻ്റെ മുമ്പിൽ കൂടെ പോയി കുറേ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും, വിടാൻ പറ്റും. എല്ലാം ക്വസ്റ്റ്യൻ കണ്ടെന്ന് ഉറപ്പിക്കണം. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാ, നിങ്ങൾ വേണമെങ്കിൽ ഒരു ടിക്കോ പെൻസിൽ വെച്ചോ എല്ലാം ചെയ്തോ കേട്ടോ. നിങ്ങളുടെ ടീച്ചർ അലോ ചെയ്യുന്നില്ല കുഴപ്പമില്ല. നിങ്ങളുടെ ബാക്കിൽ നിങ്ങളുടെ ആൻസർ പേപ്പറിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സെക്കൻഡ് പേജിലും അല്ല ഇവിടെ ഈ ഭാഗം റഫ് എന്ന് എഴുതാം, റഫ് വർക്ക്. ഓക്കെ, റഫ് വർക്ക് അല്ലെങ്കിൽ നിങ്ങൾ ലാസ്റ്റ് പേജിലാണ് എഴുതുന്നത്, നിങ്ങൾ നമ്പർ ഇട്ട് വെച്ചോ. നിങ്ങൾ 1 2 3 4 5 6 നിങ്ങൾ ചെയ്തു നിങ്ങൾ ഇട്ട് വെച്ചോ, ഒരു കുഴപ്പമില്ല. ഓക്കെ, കുഴപ്പമില്ല. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് കവർ ചെയ്തെന്ന് ഉറപ്പിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ അത് നോക്കുക, എല്ലാം സൈഡും എല്ലാം പേജും തിരിച്ച് നോക്കുക, അത് അവോയ്ഡ് ചെയ്യാം. നിങ്ങൾക്ക് കുറേ ആൾക്കാർക്ക് ചിലപ്പോൾ സംഭവിച്ചിട്ടുണ്ടാവും. ഓക്കെ, അപ്പം സംഭവിക്കാത്തവർക്ക് ഇതൊരിക്കലും മനസ്സിലാകും. നിങ്ങൾക്കിത് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക, എനിക്ക് പേപ്പർ മിസ്സായി, പേജ് മിസ്സായി എന്നുള്ള കാര്യം കമൻറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ബാക്കിയുള്ളവർക്ക് മനസ്സിലാവും, ഈ ചിലപ്പോൾ ഒരു 10,000 ആൾക്കാർ വീഡിയോ കണ്ടതിലും 100 ആൾക്കാർ തന്നെ ആകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കുറേ ആൾക്കാർക്ക് സംഭവിക്കുന്നതാണ്. ആ മിസ്റ്റേക്ക് അവോയ്ഡ് ചെയ്യാൻ നോക്കുക, എല്ലാം പേജും നോക്കുക കാര്യങ്ങളും. പിന്നെ ഇവർ പറഞ്ഞിട്ടുണ്ട് റൂട്ട് 2 റൂട്ട് 3 റൂട്ട് പൈ ഒന്നും നിങ്ങൾ പറഞ്ഞില്ലെങ്കിൽ സിംപ്ലിഫൈ ആണ്, പറഞ്ഞില്ലെങ്കിലേ സിംപ്ലിഫൈ ആകാൻ പാടുള്ളൂ. ഓക്കെ, പറഞ്ഞാലേ സിംപ്ലിഫൈഡ്, പറഞ്ഞില്ലെങ്കിൽ നിങ്ങൾ അങ്ങനെ തന്നെ വെച്ചോ, കുഴപ്പമില്ല. പിന്നെ 15 മിനിറ്റ് കൂൾ ഓഫ് ടൈമിൻ്റെ കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഒരു കാര്യം നിങ്ങൾക്ക് ഉറപ്പിക്കാൻ പറ്റുന്ന ഫൈനൽ ക്വസ്റ്റ്യൻ എപ്പോഴും 29 ആയിരിക്കും, 99%. ഓക്കെ, 99% 29ാമത്തെ ക്വസ്റ്റ്യൻ ആയിരിക്കും. അതിന് താഴെ ഇങ്ങനെ 3 ഡോട്ടുകൾ ഉണ്ടാവും. ഓക്കെ,
ഇങ്ങനെ ഡോട്ടുകളുണ്ടാവും. അപ്പം അതും വെച്ചിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും ക്വസ്റ്റ്യൻ പേപ്പർ കഴിഞ്ഞു എന്ന്. ഓക്കെ, അപ്പം പേപ്പറുകൾ മിസ്സാകരുത്, പേജുകൾ മിസ്സാകരുത്, സൈഡുകൾ മിസ്സാകരുത്, ക്വസ്റ്റ്യൻ നമ്പറുകൾ മിസ്സാകരുത്, എല്ലാം. പിന്നെ എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ വായിച്ചു ആൻസർ എഴുതി. നിങ്ങളോട് ചോദിച്ച ചോദ്യത്തിൻ്റെ ആൻസർ ആണോ എഴുതിയെന്ന് നിങ്ങൾ ഉറപ്പിക്കണം. ഓക്കെ, ചിലപ്പോൾ നിങ്ങൾ PA കണ്ടുപിടിച്ചു, പക്ഷേ ക്വസ്റ്റ്യൻ്റെ PC ആയിരിക്കും ചോദിച്ചിട്ടുണ്ടാവുക. ഓക്കെ, അല്ലെങ്കിൽ AB, അതിൻ്റെ ഒരു കണക്റ്റഡ് ക്വസ്റ്റ്യൻ. അപ്പോൾ സൂക്ഷിച്ച് നോക്കുക. ഇപ്പോൾ ഇവിടെ നോക്കിയാൽ ഇത് ചോദിച്ചാൽ ഈ 2 ക്വസ്റ്റ്യൻ തന്നെയാണോ നിങ്ങൾ ആൻസർ ചെയ്തെന്ന് നോക്കണം. അല്ലാണ്ട് നിങ്ങൾക്ക് അറിയുന്ന കാര്യമല്ലല്ലോ എഴുതി വെച്ചെന്ന് നോക്കണം. ഓക്കെ, അപ്പോൾ അത് ശ്രദ്ധിക്കുക. എല്ലാ ആൻസറും എഴുതി കഴിഞ്ഞിട്ട് ക്വസ്റ്റ്യൻ പേപ്പറും നോക്കുക. ഞാൻ ആൻസർ ചെയ്തത് ക്വസ്റ്റ്യനിലുള്ള ചോദ്യമായിരുന്നോ എന്ന് ഉറപ്പിക്കുക. ഓക്കെ, അല്ലാണ്ട് വേറെ ഒന്നും അല്ലാന്ന്. ഓക്കെ, ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചു. പിന്നെ മക്കളെ, കൺസ്ട്രക്ഷൻ എന്താണെങ്കിലും 12 മാർക്ക് മിനിമം വരും. 12 മാർക്ക്. അപ്പോൾ 12 മാർക്ക് വേണമെങ്കിൽ എന്തൊക്കെ കൊണ്ടുപോകണം? ഒബ്വിയസ്ലി കുറച്ച് പെന്നുകൾ കൊണ്ടുപോകണം. പിന്നെ ഒരു ഇതെന്ത് സാധനം, ഇതൊരു പെൻസിൽ. ഓക്കെ, ഒരു പെൻസിൽ. ഒബ്വിയസ്ലി കോമ്പസിനെക്കാട്ടും ചെറിയൊരു പെൻസിൽ ഉണ്ടെങ്കിൽ വളരെ നല്ല. അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് കാര്യങ്ങൾ പറഞ്ഞാൽ പെൻസിലും ഉണ്ടാവണം, ഷാർപ്പനറും കൊണ്ടേക്കോ, ഒരു റബ്ബറും കൊണ്ടേക്കോ. ഇതൊക്കെ 3-5 രൂപേൻ്റെ സാധനങ്ങൾ. ഓക്കെ, എല്ലാം പോയി സെറ്റ് വാങ്ങിക്കണം എന്നില്ല, അത് സ്പോൺസർഡ് ഡീലൊന്നുമല്ല. നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ കാര്യങ്ങളൊക്കെ ഉണ്ടാവണം. ഡിവൈഡറിൻ്റെ ആവശ്യമില്ല, കോമ്പസിൻ്റെ ആവശ്യം വെരി ഇമ്പോർട്ടൻറ്റ്, ഇവൻ്റെ ആവശ്യമില്ല, ഇവൻ്റെ ആവശ്യമുണ്ട്. ഇത് പൊട്രാക്ടർ, സ്കെയില്. അപ്പോൾ പൊട്രാക്ടറും സ്കെയിലും കോമ്പസും പെൻസിലും ഉണ്ടെങ്കിൽ സെറ്റാണ്. അതിനുവേണ്ടി ജോമെട്രി ബോക്സ് വാങ്ങിക്കേണ്ട ഈ കാര്യങ്ങൾ കൊണ്ടുപോകാൻ മറക്കരുത്. ഓക്കെ, റെഡി? പെന്നുകളൊക്കെ അത്യാവശ്യം കൊണ്ടുപോവുക, അക്കാര്യം മറക്കരുത്. കൺസ്ട്രക്ഷൻ പഠിച്ചു അതിൻ്റെ പ്രത്യേക വീഡിയോ ഞാൻ എൻ്റെ ലിങ്ക് ട്രീയിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ജോയിൻ ചെയ്യാൻ മറക്കണ്ട. ഓക്കെ, താഴെ ഡിസ്ക്രിപ്ഷൻ ലിങ്ക് ഒക്കെ ഉണ്ട്. ഓക്കെ, അപ്പോൾ അതാണ് ലിങ്ക് ട്രീ. ഇങ്ങനെ ഉണ്ടാവും. SLC മാത്സിൻ്റെ ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളുണ്ട്. ഫോർമുല നോട്ട്സ് ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ആ കാര്യം മറക്കണ്ട. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം യൂണിറ്റ്സ്. ഇതും കൂടി നിങ്ങൾ ശ്രദ്ധിച്ചാൽ, യൂണിറ്റ്സും കൂടി ശ്രദ്ധിച്ചാൽ നിങ്ങൾ ബാക്കിയെല്ലാം സെറ്റാണ്. 1-2 കാര്യങ്ങൾ നമ്മുടെ സോളിഡ്സ് ചാപ്റ്ററിൽ, ഘനരൂപങ്ങളിൽ സോളിഡ്സ് ചാപ്റ്ററിൽ ശ്രദ്ധിച്ചു കേട്ടോ. സോളിഡ്സ് ചാപ്റ്ററിൽ 3 യൂണിറ്റ്സ് ആണ് വരിക. ഇപ്പം ലെങ്ത്, നീളം, വീതി, അങ്ങനത്തെ സാധനങ്ങൾ വരുമ്പോൾ ഏരിയ, പരപ്പളവ്, ഓക്കെ, ആൻഡ് വോളിയം, വ്യാപ്തം. ഓക്കെ, ഈ 3 കാര്യങ്ങളിലാണ് വരുന്നത്. ഫോർ എക്സാമ്പിൾ ഇവിടെ സെൻറ്റിമീറ്റർ, മീറ്റർ, കിലോമീറ്റർ ഒന്നും വരില്ല, പക്ഷെ നിങ്ങൾ മനസ്സിലായല്ലോ. നീളം, അളക്കുന്ന നീളം. ഏരിയ എന്ന് പറയുമ്പോൾ സെൻറ്റിമീറ്റർ സ്ക്വയർ, മീറ്റർ സ്ക്വയർ, കിലോമീറ്റർ സ്ക്വയർ അങ്ങനെ വരാം. അല്ലെങ്കിൽ ചിലവർ എന്ത് ചെയ്യും, സ്ക്വയർ സെൻറ്റിമീറ്ററിന് എഴുതും, അതും തെറ്റില്ല. സ്ക്വയർ മീറ്ററിന് എഴുതും, അതും കുഴപ്പമില്ല കേട്ടോ. ഓക്കെ, ഏരിയ എപ്പോഴും ഈ യൂണിറ്റ് ഉണ്ടാവുന്ന ആലോചിക്കുക. വോളിയത്തിന് എപ്പോഴും എന്താണ്, സെൻറ്റിമീറ്റർ ക്യൂബ്. ഓക്കെ, സെൻറ്റിമീറ്റർ ക്യൂബ്, മീറ്റർ ക്യൂബ്. ചിലവർ സെൻറ്റിമീറ്റർ ക്യൂബിനാണ് ക്യൂബിക് സെൻറ്റിമീറ്ററിന് എഴുതും, ചിലവർ ക്യൂബിക് മീറ്ററിന് എഴുതും. ഓക്കെ, അത് പക്ഷേ ചിലപ്പോൾ കൺഫ്യൂഷൻ വരും, ആ കാര്യം മറക്കരുത്. പിന്നെ അതും പോരാതെ ഒരു യൂണിറ്റും കൂടി ഉണ്ട്, ലിറ്റർ. ഓക്കെ, ലിറ്റർ എന്നുള്ള സംഭവം ഉണ്ട്. 1000 സെൻറ്റിമീറ്റർ. ഈ കാര്യം ഒന്ന് ഓർത്ത് വെച്ചോ, നിങ്ങൾക്ക് ലിറ്ററിൻ്റെ ക്വസ്റ്റ്യൻ 1000 സെൻറ്റിമീറ്റർ ക്യൂബാണ് ഒരു ലിറ്റർ. ഓക്കെ, ആൻഡ് 1000 ലിറ്ററാണ് ഒരു മീറ്റർ ക്യൂബ്. ഓക്കെ, ഈ ഒരു ബന്ധം ഓർത്ത് വെച്ചാൽ ആവശ്യം വരികയായിരിക്കും ചിലപ്പോൾ എക്സാമിന്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക ലെങ്ത്, ഏരിയ, വോളിയം. അതേപോലെ നിങ്ങൾക്ക് കോർഡിനേറ്റ്സിലും, ഓക്കെ, കോർഡിനേറ്റ് സൂചക സംഖ്യകളിലും അതേപോലെ ജോമെട്രി ആൻഡ് ആൽജിബ്ര ചാപ്റ്ററിലും ശ്രദ്ധിക്കേണ്ട കാര്യം, എപ്പോഴും ബ്രാക്കറ്റ് ഇടാൻ മറക്കരുത്. X, Y ബ്രാക്കറ്റ് ഇടാൻ മറക്കരുത്. ഓക്കെ, 3, 4 ബ്രാക്കറ്റ് ഇടാൻ മറക്കരുത്. അവിടെ യൂണിറ്റ്സ് ഇല്ല. അപ്പോൾ അവിടെ ഫോർ എക്സാമ്പിൾ നിങ്ങളോട് റേഡിയസ് ചോദിക്കുക, നിങ്ങൾ കണ്ടുപിടിച്ച 5 ആണെങ്കിൽ 5 സെൻറ്റിമീറ്ററിന് എഴുതാൻ പൊതുവേ നിങ്ങൾക്കൊരു ഫീലിംഗ് ഉണ്ടാ, എഴുതരുത്. 5 യൂണിറ്റ്സ് ആയിരിക്കും. ഓക്കെ, യൂണിറ്റ്സിന് എഴുതാം. ഇനി 5 എന്ന് വെറുതെ വെച്ചാലും കുഴപ്പമില്ല. വേണമെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ, നിങ്ങളുടെ ക്വസ്റ്റ്യൻ്റെ സെൻറ്റിമീറ്റർ, കിലോമീറ്റർ ഇല്ലെങ്കിൽ യൂണിറ്റ്സ് നിങ്ങൾ എഴുതി വെക്കുക. പിന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ട്രിഗണോമെട്രി ചാപ്റ്ററിൽ നിങ്ങളിപ്പോൾ ഡയഗ്രാം ഒക്കെ വരയ്ക്കുമ്പോൾ, ഓക്കെ, മിക്കവാറും ടവറിൻ്റെ കാര്യമൊക്കെ ആയിരിക്കും കേട്ടോ. അപ്പോൾ നിങ്ങളിവിടെ 5 എന്നല്ല എഴുതി വെച്ചാൽ ടവറിൻ്റെ ഹൈറ്റ് അവർ പറഞ്ഞത്. ഓക്കെ, ഇവിടെ പിന്നെ നിങ്ങൾ കണ്ടുപിടിച്ചു 10 ആണ്, ഇവിടെ 5 ആണെന്ന് കണ്ടുപിടിച്ചു. അപ്പം ഇവർ ചോദിക്കും ഈ ഡിസ്റ്റൻസ് എത്രയാണ്. അപ്പം നിങ്ങൾ എഴുതും 5 സെൻറ്റിമീറ്റർ. ക്വസ്റ്റ്യൻ മൊത്തം മീറ്ററിലായിരിക്കും, പൊതുവേ മീറ്ററിലായിരിക്കും. അപ്പോൾ ട്രിഗ്നോമെട്രീനെ വരയ്ക്കാനുള്ള ക്വസ്റ്റ്യനൊക്കെ പൊതുവേ ഡയഗ്രാം ഒക്കെ ഉള്ള എലിവേഷനും ഡിപ്രഷനൊക്കെ ഉള്ള മീറ്ററിലായിരിക്കും. മീറ്ററിൽ തന്നെ ആൻസർ ചെയ്യാൻ ഓർക്കുക. ഓക്കെ, സെൻറ്റിമീറ്ററും മീറ്ററും ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് അനുസരിച്ച് തന്നെ ആൻസർ ചെയ്യാൻ മറക്കരുത്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ചെയ്യുക. പിന്നെ ബാക്കിയുള്ള ഫോർമുലകളൊക്കെ ഓർക്കുക. പിന്നെ അലൻ സാറിൻ്റെ ചാനലിലെ മക്കളെ നിങ്ങൾക്ക് മാത്സ് എക്സാം ഈസി ആയി പഠിക്കാൻ വേണ്ടിയൊരു വീഡിയോ പറഞ്ഞിട്ടുണ്ട്. എങ്ങനെയാണ് സിമ്പിളായിട്ട് ഈസി ആക്കാം എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട്, സബ് ക്വസ്റ്റിൻ്റെ ഹിൻസ് വെച്ചിട്ട്. ഇപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അവിടെ ഒരു വീഡിയോ ഉണ്ട്, അത് കാണുക. അവിടെ ലാസ്റ്റ് ഒരു വീഡിയോ കൂടി വരും, അന്ന് യൂസ്ഫുൾ ആയിരിക്കും. പിന്നെ നമുക്ക് ടൈം മാനേജ്മെൻറ്റ് ഒക്കെ വീഡിയോ വരുന്നതായിരിക്കും. സബ്സ്ക്രൈബ് ചെയ്യുക. ഓൾ ദി ബെസ്റ്റ്. നമുക്ക് 5 o'clock ലൈവിന് കാണാം. ഓക്കെ.